ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള 5 മാർക്സ് ക്വസ്റ്റ്യൻസും 50 മാർക്സ് ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഷോർട്ട് ആൻസർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സും ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതും നോക്കിയിട്ട് പോവുക. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡെറിവേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ. അതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് പോവുക. വാട്ട് ഡു യു മീൻ ബൈ സ്വാപ്സ്, സീറോ കൂപ്പൺ ബോൺഡ്സ്, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി, റെപ്പോ റീപർച്ചേസ് എഗ്രിമെൻറ്റ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സിനല്ല, 5 മാർക്സിനും 50 മാർക്സിനും എസ് എ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഷോർട്ട് ആൻസർ ഇവിടെ കൊടുത്തത്. കാരണം ഒട്ടും പഠിക്കാത്തവർ ഈ ഒരു ഷോർട്ട് ആൻസർ എങ്കിലും പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പവേഴ്സും ഫങ്ഷൻസൊക്കെ നോക്കിയിട്ട് പോവുക. ശ്രദ്ധിക്കുക, എസ് എ ക്വസ്റ്റ്യൻസൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് സെബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ മീനിങ് എഴുതുക, സെബി എന്താണെന്ന് എഴുതുക. എന്നിട്ട് വേണം ഒബ്ജക്റ്റീവ്സും പവേഴ്സും ഫങ്ഷൻസൊക്കെ എഴുതാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പബ്ലിക് ഇഷ്യൂ, ഹു ഈസ് സിൻഡിക്കേറ്റ് മെമ്പർ. ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്പ്ലെയിൻ ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ, അത് നോക്കിയിട്ട് പോവുക. എക്സ്പ്ലെയിൻ ASBA, അത് നോക്കുക. അതേപോലെ വാട്ട് ഈസ് ഗ്രീൻ ഷൂ ഓപ്ഷൻ. പിന്നെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ്. ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 5 മാർക്സിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് എസ് എ ആണ്. അപ്പോൾ അത് ഞാനിവിടെ അതിൻ്റെ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളൂ, നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ അറിഞ്ഞിരിക്കണം, അങ്ങനെ പഠിച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് അങ്ങനെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ് നോക്കിയിട്ട് പോവുക. എക്സ്പ്ലെയിൻ സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതേപോലെ ഹു ഈസ് ടാഗ്, വാട്ട് ഡു യു മീൻ ബൈ ഡെപ്പോസിറ്ററി, ഹു ഈസ് ലൈം ഡെക്ക്, അതേപോലെ നിഫ്റ്റി ആൻഡ് സെൻസെക്സ്, ഇത് പഠിച്ചിട്ട് പോവുക. അതേപോലെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ, വാട്ട് ആർ ദ മണി മാർക്കറ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, MMMF, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ മീനിങ് നോക്കിയിട്ട് പോവുക. അത്രേ ഉള്ളൂ 2 മാർക്സിൻ്റെ ഞാൻ ഷോർട്ട് ആൻസേഴ്സ് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ, എല്ലാവരും കൊടുത്തിട്ടില്ല, അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? ഇതൊക്കെ എന്തായാലും നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ടോപ്പിക്സുകളൊക്കെ ഞാൻ മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനും പഠിക്കുക, അതേപോലെ അതിൻ്റെ എസ് എയും പഠിക്കുക. ക്ലാസിഫിക്കേഷനും റോൾസും ഗ്രോത്തൊക്കെ എന്തായാലും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ആ ഒരു 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പനി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സും പഠിച്ചിട്ട് പോവുക. അതേപോലെ ഇക്വിറ്റി ഷെയർസിൻ്റെ ടൈപ്സും സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണെന്നും ആ 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും അതിൻ്റെയൊക്കെ ടൈപ്സും പഠിച്ചിട്ട് പോവുക. പിന്നെ മണി മാർക്കറ്റ്, ഇതും എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ഫീച്ചേഴ്സും ഇൻസ്ട്രുമെൻസും ഒക്കെ നോക്കിയിട്ട് പോവുക. അതേപോലെ 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല്, അതൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സെബി അല്ലേ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഗൈഡ് ലൈൻസും അതേപോലെ ഫങ്ഷൻസും റോൾസും
പവേഴ്സൊക്കെ സെബീൻ്റെ എന്തായാലും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യുക. എന്തായാലും ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും വരും. അത് പഠിച്ചിട്ട് പോവുക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, അത് 5 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അതും പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂൾ 2. ഈ ഒരു മൊഡ്യൂൾ 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ടത് മീനിങ്, അണ്ടർ റൈറ്റിങ്ങിൻ്റെ മീനിങ് പഠിക്കുക, അതിൻ്റെ ടൈപ്സും പഠിക്കുക. അതേപോലെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. പിന്നെ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അത് അതിൻ്റെ ടൈപ്സും പഠിക്കുക, അതെന്താണ് എസ്സേയും വരാൻ ചാൻസ് ഉള്ളത്, ആ ഒരു ക്വസ്റ്റ്യനും പഠിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, അതും പഠിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് മൊഡ്യൂൾ 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അണ്ടർ റൈറ്റിംഗ് പഠിക്കുക, അതിൻ്റെ ടൈപ്സ് പഠിക്കുക, പിന്നെ അണ്ടർ റൈറ്റിങ്ങിൻ്റെ മീനിങ്ങും പഠിക്കുക, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ് പഠിക്കുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് അതൊക്കെ പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ് സ്പെക്കുലേറ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എസ് എ ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും വന്നിരിക്കും. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് സ്പെക്കുലേറ്റേഴ്സ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പെക്കുലേറ്റേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് പഠിക്കുക. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ, അതിൻ്റെ ഒരു 8 പോയിന്റ്സ് ഉണ്ട്, അതും പഠിച്ചിട്ട് പോവുക. പിന്നെ റെഗുലേഷൻസ് ഓഫ് സെബി, അത് പഠിക്കുക. പിന്നെ മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെമ്പർ ആവാൻ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് പഠിച്ചിട്ട് പോവുക. പിന്നെ എന്തൊക്കെയാണ് ടൈപ്സ്, അതും പഠിക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് പഠിക്കുക. പ്രോസസ് ഓഫ് ട്രേഡിംഗ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിച്ചിട്ട് പോവുക. പ്രോസസ്സ്, ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രോസസ്സ് പഠിച്ചിട്ട് പോവുക. മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പഠിച്ചിട്ട് പോവുക. 5 മാർക്സിനും ഒക്കെ എസ് എ ക്വസ്റ്റിനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 4, മ്യൂച്വൽ ഫണ്ട്സ്. ഇമ്പോർട്ടൻറ്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്, മ്യൂച്വൽ ഫണ്ട്സ് എന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഫങ്ഷൻസും ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻസും അതേപോലെ ടൈപ്സും പഠിച്ചിട്ട് പോവുക. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പഠിക്കുക. സെബി ഗൈഡ് ലൈൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് പഠിച്ചിട്ട് പോവുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 4-ൽ. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 5, ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഫീച്ചേഴ്സ് പഠിക്കുക, ടൈപ്സ് പഠിക്കുക. പിന്നെ സ്വാപ്സ്, അതിൻ്റെ ടൈപ്സ് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, ഇതും പഠിക്കുക, അതിൻ്റെ ഡിഫറൻസും പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ഈ ഒരു സബ്ജക്റ്റിൽ ഇത്രയും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. പിന്നെ കഴിഞ്ഞ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്താണെന്ന് നിങ്ങൾ പറയുക, കമൻറ്റിൽ പറയുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്തായാലും ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവാം.